അപ്പോൾ ഏതായാലും ഈ ഓണക്കാലത്ത് നമ്മൾ കുട്ടേട്ടൻ്റെ ഒരു ഗംഭീരമായ ഒരു സ്പേസിൽ നിന്നിട്ടാണ് നമ്മൾ ഇത്രയും സംസാരിച്ചത്. ഈ വീടെന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ച വീടാണ് 91. അങ്ങനെ ഞാനിപ്പോൾ പൊളിച്ചു കളയാൻ തോന്നിയില്ല. അപ്പം ഇന്ന് റിനോവേറ്റ് ചെയ്ത് ഇതൊരു സിനിമാ ഇടം കൂടിയാണിത് അല്ലേ? പ്രിയപ്പെട്ട സിനിമാ സുഹൃത്തുക്കളും എല്ലാവരും വലിയ സിനിമാ ചർച്ചകളും അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ? അത്രയൊക്കെ ഉള്ളൂ. അല്ല ഞാൻ പറഞ്ഞത് ഒരുപാട് നല്ല മരങ്ങൾ, ഔഷധ ചെടികളൊക്കെ ഉണ്ട് ഇവിടെ. അല്ല ഇതുവരെ താമസിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ആ അച്ഛൻ വെച്ച വീടുണ്ട് ഡൈനീഷ്യ, അവിടെ ഞാൻ താമസിക്കുന്നത്. ഇത് പിന്നെ ഒരു നമ്മുടെ ഗസ്റ്റ് ഹൗസ് പോലെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അവിടെയാണ് എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞാൻ എവിടെ പോയാലും എനിക്ക് വീട്ടിൽ വരണം. വീട്ടിൽ വന്നാൽ ഞാൻ ഇവിടെ ഡൈനീഷ്യ വന്ന് കിടന്നൊന്ന് അച്ഛൻ്റെ സാമീപ്യം ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എപ്പോൾ അങ്ങനെ ഒരു ഈ പറഞ്ഞ എന്താ പറയുക, ഞാൻ ഒരു ദിവസം ജീവിതത്തിൽ ഇതുവരെ അച്ഛനെ പറ്റി പറയാത്ത ഒരു ദിവസം പോലും ഇല്ല. കാര്യം വെച്ചാൽ ഞാൻ അത്രമാത്രം അച്ഛനെ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക, അച്ഛനുള്ളത് മാത്രമല്ല, ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ അറിഞ്ഞിട്ടുള്ള വ്യക്തികളിൽ ഇത്രയും സത്യസന്ധനായ വ്യക്തിയെ കണ്ടിട്ടില്ല. പിന്നെ ഇത്രയും ബോൾഡായിട്ടൊരാൾ. ഇപ്പം വെറും ബോൾഡ്നെസ് കാണിക്കുകയല്ല, അങ്ങനെ അതാ എന്നുവെച്ചാൽ അത് ജീവിതം പഠിപ്പിച്ച പാഠങ്ങളാണ്. ഞാൻ പലപ്പോഴും പറയും ഒരു 10 ജന്മത്തിൽ അനുഭവിക്കാത്ത ജീവിതം ഒരു ജന്മത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരാളുടെ മകനാണ് എന്നുള്ളത് അത്രയും വലിയ അഭിമാനം, അത്രയും വലിയ സന്തോഷം, അത്രയും വലിയ ഭാഗ്യം. അപ്പം നമ്മുടെ ഈ സംസാരവും ഈ യാത്രയും പൂർണ്ണമാക്കേണ്ടത് അവിടെയാണ്, ഡൈനീഷ്യയിലാണ്. അപ്പോൾ അങ്ങോട്ട് പോകാം, തൊട്ടടുത്ത്. അപ്പോൾ കുട്ടേട്ടാ നമ്മൾ ഡൈനീഷ്യയിലെത്തി അല്ലേ? ഇതാണ് ഡൈനീഷ്യ. ഗ്രീസിൽ അവിടെ നാടകം അവിടെയാണ് ഉത്ഭവിച്ചതെന്നാണ് പറയുക. ആദ്യം നാടകം ഡൈനീഷ്യസ് ദേവാലയം, ഡൈനീഷ്യസ് ദേവന്റെ ദേവാലയമാണ് ഡൈനീഷ്യ. പിന്നീട് അച്ഛൻ്റെ നാടകങ്ങളും എല്ലാം ഈ മണ്ണിലല്ലേ, ഇവിടെ തന്നെയല്ലേ? അച്ഛൻ നാടകങ്ങൾ എഴുതിയൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. നമ്മുടെ കാവാലിയ നാടകം അങ്ങോട്ടും അതെ കഴിഞ്ഞു. ആ സമയത്ത് വീടാണ് 69. അന്ന് പോലും ഞാനും ഈ പറഞ്ഞിവിടെയാണ്. എപ്പോഴും ഈ ഞാനെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥ തന്നെ ഞാനാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. ലോകത്ത് ഒരു അച്ഛനോ ഒരു ഡോക്ടറോ ഒറ്റയ്ക്ക് ചെയ്യാൻ ധൈര്യപ്പെടാത്തത്ര യുക്തിഹീനമായൊരു സാഹസത്തിന് ഞാൻ തീരുമാനിച്ചു. അതെന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ അത് ഈ നിൽക്കുന്ന കുട്ടേട്ടൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് എഴുതിയിരിക്കുന്നതാണ്. എൻ്റെ പ്രസവമെടുത്ത അച്ഛൻ്റെ കയ്യിലേക്കാണ് ഞാൻ ഇങ്ങനെ ഒരു മലേഷ്യൻ അനുഭവമാണ്. അപ്പോൾ ആ കൈകളിലേക്കാണ് ജനിച്ച് വീണത്. പിന്നെ ആ കൈ പിടിച്ചാൽ നടന്നത്. അപ്പോൾ അത് അച്ഛൻ മരണം വരെ അച്ഛൻ പറയുന്നുണ്ട്, അരങ്ങിലെ അലർച്ചയും അവൻ്റെ ആദ്യ അലർച്ചയും എനിക്ക് കേൾക്കണം അല്ലേ? അങ്ങനെ കുട്ടൻ്റെ വളർച്ചയെക്കുറിച്ച്, മകൻ്റെ വളർച്ചയെക്കുറിച്ച്. അതെ, അച്ഛനും ഞാൻ ഒരു നടനായതിൽ അച്ഛന് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞാൻ ഒരു ഡയറക്ടർ എന്നുള്ള നാടകം ഡയറക്റ്റ് ചെയ്യുന്നൊക്കെ ഒരു നല്ല ബോധ്യമുണ്ടായിരുന്നു. പിന്നെ കൊണ്ടുപോയല്ലോ പലപ്പോഴും നാടക കമ്പനി മുന്നോട്ട് കൊണ്ടുപോയി. അല്ല എന്നെ അച്ഛനത് ആ കാര്യത്തിൽ എന്നെപ്പറ്റി ഭയങ്കര അഭിമാനിക്കുന്നുണ്ടായിരുന്നു, അതെനിക്കറിയാം. അപ്പോൾ ഏതായാലും ഈ ഒരു ഓണക്കാലത്ത് അത്തരം ഏറ്റവും സമ്പന്നമായ അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ചാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നൊരു കുടുംബത്തോടൊപ്പം ഉള്ളൊരു ഓണക്കാല കാഴ്ചകളും അവരോടൊപ്പം ഒന്ന് അല്പസമയം കൂടി വേണ്ടി പങ്കുവെച്ച് നമുക്ക് അവസാനിപ്പിക്കാം.